ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. ആക്ട് ചാപ്റ്റർ 13 വേഴ്സസ് 8. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത് നാം നേരിടുന്ന ആത്മീയ യുദ്ധങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞത്. അതിനുള്ള ബന്ധത്തിൽ നാം വായിച്ച് തുടങ്ങിയത് യോശുവയുടെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 8-ാമത്തെ അധ്യായത്തിൽ നിന്ന്. 8-ാമത്തെ അധ്യായം പരാജയപ്പെട്ടു പോയ ഒരു കൂട്ടം ജനത്തെ വിജയത്തിലേക്ക് നയിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടല. ഞാൻ വളരെ പതുക്കെ പറഞ്ഞു പോകുന്നത്, കുഞ്ഞുങ്ങളുടെ മനസ്സുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുടെ ബുദ്ധിയുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളെ പോലെ ചിന്തിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഗ്രഹിപ്പാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. ഇനിയിപ്പം അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും ഈ വിഷയങ്ങളൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദയവായി കേട്ടിരിക്കണം. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എക്കാലവും ജീവിതാനുഭവങ്ങളോട് പോരാടിയാണ് അവൻ മുൻപോട്ട് പോകുന്നത്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു മുക്കുവൻ കടലിലെ തിരമാല അടങ്ങിയിട്ടല്ല അവൻ മീൻ പിടിക്കാൻ പോകുന്നത്. അലറിയടക്കുന്ന തിരമാലയുടെ മീതെയാണ് അവൻ തൻ്റെ വള്ളത്തെ മുൻപോട്ട് നയിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒടുങ്ങിയിട്ട് ഒരു നല്ല ശുഭകരമായ യാത്ര ലഭിക്കുമെന്ന് നാം ആരും ചിന്തിക്കരുത്. ജീവിതമെന്നത് സുഖവും ദുഃഖവും നിറഞ്ഞ സമ്മിശ്രമായ അനുഭവങ്ങളാണ്. ഈ സമ്മിശ്രമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റ് ലോകമനുഷ്യരെ പോലെ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ അനുഭവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ജനം പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലും ദൈവശക്തിയിലും ദൈവവചനത്തിലുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്കേവർക്കും ഹൃദ്യസ്ഥമാക്കുവാനും ആ വചനത്തിനകത്ത് നിലനിൽക്കുവാനും ഇടയായി തീരുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. പരാജയപ്പെട്ടു പോയ ഒരു കൂട്ടം ജനത്തോട് അവരുടെ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പരാജയത്തിൽ നിന്നും അവർ മുൻപോട്ട് നീങ്ങണം എന്ന് ആഹ്വാനം ചെയ്യുക മാത്രമല്ല, അവരെ അതിന് പ്രാപ്തരാക്കുന്ന ഒരു ഭാഗമാണ് യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിലൂടെ നാം കാണുന്നത്. എനിക്ക് പ്രിയമുള്ള വാത്സല്യ സഹോദരങ്ങളെ, പഴയ നിയമത്തിൻ്റെ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ആ ഉദ്ധരണികളിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിലും പുതിയ വിശ്വാസികളായ ഞാനും നിങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെടുത്തി നാം ഈ പോരിൻ്റെ മണ്ഡലങ്ങളെ കാണുവാൻ ഇടയാകണം. പ്രാരംഭ ദിവസം നാം ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ കയ്യിൽ ഉള്ള കുന്തം ഹായ് പട്ടണത്തിന് നേരെ ഏന്തണമെന്നാണ് നാം പറയാനിടയായിത്തീരുന്നത്, അല്ലേ? 8:18. അപ്പോൾ യഹോവ യോശുവയോട് നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ യോശുവ തന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തി. ദൈവമാണ് പറഞ്ഞത്, ശത്രുവിനെ ജയിക്കണമെങ്കിൽ നാം ചിലത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്ന ദൈവമാണ്. സദ്യയോട് കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിനെ ജയിക്കണമെങ്കിൽ നാം ശക്തരായി മാറിയെങ്കിലേ മതിയാകത്തുള്ളൂ, ചിലത് ചെയ്തെങ്കിലേ മതിയാകത്തുള്ളൂ. അതിന് നമ്മെ പ്രാപ്തരാക്കുവാൻ ദൈവം നിങ്ങളെ ഇത്തരത്തിലുള്ള ആത്മീയ കൂട്ടായ്മകളിലേക്കും ആ വചന സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി അത് നമ്മളെ ആത്മമണ്ഡലത്തിൽ ശക്തരാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നമ്മുടെ ജീവിതത്തിലൊന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പുറകിലെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മളെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ
പിശാച് എപ്പോഴും നമ്മെ തകർത്ത് കളയുവാൻ നമുക്കെതിരെ പോർക്കളത്തിൽ പോരാടിക്കൊണ്ടേയിരിക്കും. ആ പോരിൻ്റെ മുമ്പിൽ നാം ക്ഷീണിച്ചു പോകരുത്. ആകസ്മികമായി സംഭവിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും കൊണ്ടുവന്നിട്ട് നാം പിന്നത്തേതിൽ ക്ഷീണിച്ചു പോകുവാൻ, മടുത്തു പോകുവാനും ദുഃഖത്തിൽ ആയിത്തീർന്നുകൊണ്ട് പ്രാർത്ഥനയോടും വിശ്വാസ ജീവിതത്തോടും തന്നെ ആ മടുപ്പുള്ളവരായി മാറുവാൻ പിശാച് കരുക്കൾ നീക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുക, നാം സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണമെന്ന് എഫേസ്യ ലേഖനം 6:15 നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങൾ എന്ന പദം അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന വസ്തുത മറന്നുപോകരുത്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നതും ഇത്തരത്തിലാണ്, നാം സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാത്താൻ തന്ത്രത്തോടുകൂടി ദൈവജനത്തോട് എതിരിടുന്നതായ ഒരു മേഖലകളെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതം, എരിവോട് തുടങ്ങിയ ജീവിതം ഇന്ന് ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആലയത്തിൽ എരിവോട് കടന്നു വന്നവർ ഇന്ന് ആലയത്തിൻ്റെ ശുശ്രൂഷകളിൽ ക്ഷീണിച്ചും തണുത്തും പോയിട്ടുണ്ടെങ്കിൽ, അവൻ അതിൻ്റെ പുറകിൽ സാത്താന്യ മണ്ഡലം പ്രവർത്തിച്ചു എന്നത് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം. നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ എരിവ് തകർത്ത് കളഞ്ഞ ഒരിക്കലും ദൈവമല്ല. നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ എരിവ് തകർത്ത് കളയാൻ പിശാച് പ്രവർത്തിച്ചപ്പോൾ നീ അതിലേക്ക് വീണുപോയതാണ് നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ എരിവിന് കുറവ് സംഭവിക്കുവാൻ കാരണമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശുശ്രൂഷകളിൽ മുൻപിൽ നിൽക്കുവാൻ താല്പര്യമുണ്ട്. അവൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ മുൻപിൽ നിൽക്കുവാൻ താല്പര്യമുണ്ട്. എന്നാൽ അവൻ ആ തലങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ചെയ്തതല്ല, മറിച്ച് പിശാച് ഒരിക്കൽ കെണിക്കകത്ത് വീണപ്പോൾ സംഭവിച്ചതാണ് എന്ന വസ്തുതകൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെയും ആത്മീയ ജീവിതത്തെ തകർക്കുന്നവനല്ല ദൈവം. ഒരു മനുഷ്യൻ്റെയും ആത്മീയ എരിവിനെ തകർക്കുന്നവനല്ല ദൈവം. നിന്റെ ജീവിതത്തിൻ്റെ ആത്മീയ എരിവിന് എവിടെയെങ്കിലും തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് നീ ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്ക് അകത്തുപെട്ട് അതിൽ നിന്ന് നിനക്ക് പുറത്തു കടക്കാൻ കഴിയാതെ നിന്റെ ബോധമണ്ഡലത്തെയും ഉബോധമണ്ഡലത്തെയും അവൻ സാത്താൻ കീഴടക്കി വെച്ചപ്പോൾ നീ ചിലത് ഇമാജിൻ ചെയ്തുകൊണ്ട് അവരെനിക്കെതിരാ, അവർക്ക് എന്നോട് ഇപ്പം താല്പര്യമില്ല, അവരെന്നെ ഇങ്ങനെ കാണുന്നത് എന്ന് നീ നിന്റെ ഉള്ളിൽ തന്നെ ഊഹാപോഹങ്ങൾ ഇട്ടുകൊണ്ട് നീ ചിലതിനെ ഇമാജിൻ ചെയ്യുമ്പോൾ നീ അറിയാതെ നിന്റെ ആത്മീയ മനുഷ്യൻ തണുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ താൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ എരിവോടുകൂടി കർത്താവിനെ സേവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആത്മാവിൻ്റെ എരിവ് ഇന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആത്മമണ്ഡലത്തിൻ്റെ എരിവിനെ തിരിച്ചു പിടിക്കുവാൻ ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ള വാഞ്ചയുള്ള ഒരു കൂട്ടം ദൈവജനം ഇന്ന് പകൽക്കാലം പിശാച് നമ്മെ കീഴടക്കി വെച്ച താന്ത്രകളിൽ നിന്നും പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്നോട് ഇത് പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അവരുടെ സമീപനം ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. ആ മണ്ഡലത്തിന് മീതെ, പിശാചിന്റെ പ്രവൃത്തികൾക്ക് മീതെ അവൻ സ്നേഹത്തിന്റെ കൊടി ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പരിച്ഛേദനയുമല്ല അഗ്രചർമ്മമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിൽ ആ വിശ്വാസം, ക്രിസ്തുവേശുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് സ്നേഹത്തിൽ വ്യാപരിക്കട്ടെ. പരിച്ഛേദനയും അഗ്രചർമ്മം ഒന്നുമല്ല, അതിലുപരിയായി സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ഒരാത്മമണ്ഡലത്തിന്റെ ഓപ്പണിംഗ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന് തുറക്കുവാനിടയാകുന്നെങ്കിൽ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ക്ഷമിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ഭാഷകൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ക്ഷീണം, ആത്മമണ്ഡലത്തെ സഹോദരി ബന്ധങ്ങൾക്ക് തകർച്ച, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ വിളിക്കുവാൻ കഴിയാത്ത വണ്ണം ബന്ധങ്ങൾക്കകത്ത് വിള്ളലുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിച്ചത് ഈ സ്നേഹമില്ലായ്മയാണ്. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ഈ നെകളിപ്പ്, പ്രാർത്ഥിക്കുന്നു പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ഈ ക്ഷമയില്ലായ്മ, പ്രാർത്ഥിക്കുന്നു പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ഈ സമർപ്പണമില്ലായ്മ എന്ന് കടന്നു വന്നോ, അന്ന് പിശാച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവന്റെ ഉള്ളിലേക്ക് പിശാച്
കയറി വന്നിരിക്കുക. രണ്ട് കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഭയത്തോടിരിക്കേണ്ട ഒരു വിഷയമാണ്. ജാതികളുടെ ഉള്ളിൽ പിശാച് കയറിയാൽ ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്. എന്നാൽ പെന്തക്കോസുകാരെ, നിങ്ങളുടെ ഉള്ളിൽ പിശാച് കയറിയാൽ ഇറങ്ങാൻ എളുപ്പമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടിരിക്കണം, വളരെ ഭയത്തോടിരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഒന്നും അറിയാൻ വയ്യാത്ത ജാതികളുടെ ഉള്ളിൽ സാത്താൻ കയറിയാൽ യേശുവിൻ്റെ നാമത്തിലുള്ള ആരാധന വെളിപ്പെടുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ അവൻ ശക്തമായ അഭിഷേകത്തിന് ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അത് ഇറങ്ങിപ്പോകും. ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ആമേ, ഹല്ലേലൂയ. കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലൊക്കെ സംഭവിക്കുന്ന വിഷയം. എന്നാൽ കുശുമും കുന്നായ്മയും വഴക്കും വിദ്വേഷമായി നടക്കുന്ന പെന്തക്കോസ്തുകാർ കൂടി വരുന്ന ആരാധിക്കുന്നിടത്ത് ആരാധനയുടെയോ താളമേളത്തിൻ്റെയോ അവൻ സ്തോത്രം ഡ്രമ്മടിയുടെയോ അവനൊന്നും കുറവുണ്ടായിട്ടല്ല. എന്നിട്ടും അവിടെ ആ സാത്താന് ശക്തി ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്നത് നടിക്കുന്ന, ആത്മീയരെന്ന് നടിക്കുന്ന പെന്തക്കോസുകാരി, നിന്റെ ഉള്ളിലേക്ക് സാത്താൻ കയറിയാൽ അത് ഇറങ്ങുവാൻ വലിയ പ്രയാസമാണ്. നീ തിരിച്ചറിയണം. നീ പിശാചിനെ കൊണ്ടുപോയാൽ ഒരിക്കലും നീ നിത്യത പ്രാപിക്കത്തില്ല. ഈ പിശാചിനെ കൊണ്ടുപോയാൽ 6 അടി മണ്ണിൽ നീ ഓടുകയുള്ളൂ. ഈ പിശാചിനെ കൊണ്ടുപോയാൽ നിത്യ നരകത്തിലേക്ക് നീ പോകത്തുള്ളൂ. ദൈവത്തിന്റെ മുൻപാകെ പകരുവാനും ദൈവത്തിന്റെ മുൻപാകെ സങ്കടപ്പെടുവാനും കഴിയുന്ന ഒരു തല നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. യെശയ്യാവിന്റെ പുസ്തകം ഒന്നെടുത്ത്, യെശയ്യാ പ്രവചന പുസ്തകം 66-ാം അധ്യായം. യെശയ്യാ പ്രവചനം 66-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 66-ാമത്തെ അധ്യായം ഒരു വേദഭാഗം ഒന്ന് വായിപ്പിക്കട്ടെ. യെസ്, അതിൻ്റെ 2-ാമത്തെ വാക്യം. വിശ്രാമസ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആരെ കടാക്ഷിക്കുന്ന? ഇവിടെ വന്നിരുന്നത് കൊണ്ടൊന്നും ആരും കടാക്ഷിക്കത്തില്ല. ദശാംശം തന്നത് കൊണ്ടും ആരും കടാക്ഷിക്കത്തില്ല. അവൻ ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷിക്കുന്നത്, പുൾപിറ്റിൽ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ആരും കടാക്ഷിക്കത്തില്ല. അവൻ നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്താലും ദൈവം കടാക്ഷിക്കുന്ന വേദപുസ്തകം പറയുക, അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായവനെയാണ് ഞാൻ കടാക്ഷിക്കുന്ന. ദൈവത്തിന്റെ വചനം അറിയിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ടുകൊണ്ട്, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ ദൈവമേ ഈ പറയുന്ന കുറവുകൾ എന്നിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാത്മ കുറവിനെ തീർത്ത് ദൈവമേ ദൈവം ചേർത്തണയ്ക്കുന്ന, ദൈവത്തെ ചേർത്തു പിടിക്കുന്ന ഒരു ഭക്തനായി മാറുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുള്ള ആഴമേറിയ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ നാട്ട്. സാത്താന തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. 144-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, 35-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇത്യാദി വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്ന പോരിന്റെ വിരലുകളെയും യുദ്ധത്തിന്റെ കൈകളെ അഭ്യസിപ്പിക്കുന്ന ദൈവം പറഞ്ഞ് അവൻ അവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്തെടുക്കാമോ? എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും. ഇല്ലേ? 35-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്നോട് വാദിക്കുന്നതോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരുടെ പൊരുതുവാനാകണമേ. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അപ്പൊ നോക്കണം, ആമേൻ. നമ്മോട് വാദിക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ട്. ജോലിസ്ഥാനത്ത് നിങ്ങൾ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ, ഇതുപോലെ ജോലി ചെയ്യുന്നില്ലെന്നല്ല, നിങ്ങൾ ആർക്കും പ്രതികൂലമായി ഒന്നും ചെയ്തില്ലെങ്കിലും ചില ആളുകൾക്ക് നിങ്ങളോട്, നിങ്ങളുടെ പ്രസൻസ് കാണുമ്പോൾ, നിങ്ങളുടെ ജോലി കാണുമ്പോൾ, നിങ്ങളുടെ സാമീപ്യം കാണുമ്പോൾ ചിലർക്ക് നിങ്ങളോട് ഒരു അനിഷ്ടമുണ്ടായി, ചിലർക്ക് നിങ്ങളോട് കോപം, ചിലർക്ക് നിങ്ങളുടെ സാമീപ്യം തന്നെ ഇഷ്ടമല്ലാത്ത തലത്തിൽ അവർ പ്രകടിപ്പിക്കുമ്പോൾ, മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിന്നോട് വാദിക്കുന്ന ഒരു ശക്തിയുണ്ട്, നിന്നോട് പൊരുതുന്ന ഒരു ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയണം. അവർ മനഃപൂർവ്വമായിട്ടല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ടത്രേ എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം 12-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. പോരാട്ടമുണ്ട്. അത് മാനുഷ്യായ ശക്തികളല്ല, അത് മനുഷ്യരാരുമല്ല, വിസിബിളായിട്ടുള്ള ഒരു വ്യക്തിയല്ല നമ്മുടെ എനിമി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അദൃശ്യ മണ്ഡലത്തിനകത്ത് നിൽക്കുന്ന, അപ്പോൾ തന്നെ
നമ്മോട് പോരാടുന്ന ഒരു സാത്താന്യ വ്യാപാര ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയണം. ആ സാത്താന്യ വ്യാപാര ശക്തികൾ നമ്മോട് പോരാടുമ്പോഴാണ് നമ്മുടെ ഭവനത്തിൽ കലഹം ഉണ്ടാകുന്നത്. ആ സാത്താന്യ ശക്തികൾ നമ്മോട് പോരാടുമ്പോഴാണ് നാം ഒന്നും ചെയ്തില്ലെങ്കിലും ആമേൻ സ്തോത്രം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമുക്കെതിരെ തിരിയുന്നത്. ആമേൻ ആ സാത്താന്യ ശക്തി നമ്മോട് പോരാടുമ്പോഴാണ് ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സഭയിൽ നാം ആമേൻ സ്തോത്രം ഈ അനുഭവങ്ങൾ ഒക്കെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും. എവിടെ നിന്നാണോ നിങ്ങൾക്ക് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, എവിടെ നിന്നാണോ നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന തലങ്ങൾ വെളിപ്പെടുന്നത്, എവിടെ നിന്നാണോ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തലങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റിന്റെ ശക്തിയുണ്ട്. ആ മണ്ഡലത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ തീരണം. വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുകയാണ്, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ഇടയായി തീരുമെങ്കിലും നാം പിന്നെ എന്താ ചെയ്യേണ്ടത്? സാത്താന്റെ ശക്തിയോട് എതിരിടുവാൻ നാം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാൻ ഇടയായി തീർന്നു. പിന്നെ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മശക്തിയോടെ യോർദാനെ മറുകര ചെന്നു എന്നാണ് കാണുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ നാം സാത്താനെ നേരിടുവാൻ വേണ്ടി സാത്താന്റെ സന്നിധിയിലേക്ക് അവൻ എവിടെയാണോ നമ്മുടെ പോരാടുന്നത്, അവൻ ഏത് മേഖലയിലാണോ നമ്മുടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവിടെ നാം ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ, ഓടി ഒളിക്കുവാൻ വേണ്ടിയല്ല. ഒരു ഭക്തൻ ഓടി ഒളിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുവാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളുടെ മുമ്പിൽ ഓടി ഒളിക്കുന്നവരെ കൊണ്ട് ഒരു കാലത്തും ജയമെടുക്കാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളെ സധൈര്യം നേരിടുന്ന ഒരു വ്യക്തിയായി നാം ദൈവസന്നിധിയിൽ മാറ്റപ്പെടാൻ ഇടയായി തീരുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തീരുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാത്തവർ, ഞാൻ ആദ്യമേ പറഞ്ഞു, ആമുഖത്തിൽ ഞാൻ പറഞ്ഞു, പ്രശ്നം എല്ലാ മനുഷ്യർക്കുമുണ്ട്. പ്രശ്നങ്ങളെ നേരിടുന്ന രീതിക്കാണ് വ്യത്യാസമുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രശ്നത്തെ നാം എങ്ങനെ നേരിടും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നിലനിൽക്കുന്നത്. അതുകൊണ്ട് യഹോവയായ ദൈവം യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, കുഞ്ഞെ, നിന്റെ കയ്യിൽ ഉള്ള ആ കുന്തം എടുത്തുകൊണ്ട് നീ ആ കുന്തം നീ തോറ്റുപോയ ഹായ് പട്ടണത്തിൽ നേരെ ഏന്തണമെന്ന് പറഞ്ഞു. നോക്കണം, അവൻ സ്തോത്രം ആത്മാവിന്റെ നിറവുള്ള ഒരു ഭക്തൻ താൻ പരാജയപ്പെട്ടു പോയ മേഖലയ്ക്ക് നേരെ പ്രാർത്ഥന മുറിയിൽ മുഴക്കാൽ മടക്കിക്കൊണ്ട് സ്തോത്രം നിന്റെ കയ്യിലുള്ള ആയുധം, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആയുധം, അതിനെതിരെ ശക്തിയോട് നിങ്ങൾ പ്രയോഗിക്കാൻ ഇടയായി തീരണം. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ സ്തോത്രമുണ്ടല്ലോ, അത് ദൈവസന്നിധി ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ അന്യഭാഷയുടെ കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് ആ സർവായുധ വർഗങ്ങളെ ഒന്ന് എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ശത്രുവിന് എതിരെ ചെല്ലുവതൊക്കെ വേണം ആത്മാവിൽ ശക്തിയുള്ളവരായി മാറുവാൻ ഇടയായി തീരണം. പരാജയപ്പെട്ടു പോയവനെ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. പരാജയപ്പെട്ട മനസ്സോട് ജീവിക്കുന്നവനെ കൊണ്ടൊരിക്കലും ജയിക്കാൻ കഴിയും. എന്നാൽ പരാജയപ്പെട്ടു പോയവൻ ജയത്തിന്റെ ആത്മാവുള്ളവനാണെങ്കിൽ അവന് ജയിക്കുവാൻ സാധ്യമായി തീരും. അവൻ ജയത്തിന്റെ ആത്മാവ് ആരല്ല ഉള്ളത്? ജയിച്ചത് ക്രിസ്തു യേശുവാകയാൽ ഹല്ലേലൂയ. ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് അരുളിച്ചത് യേശു കർത്താവ്. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് അവിടെ അരുളിച്ചത്. അതുകൊണ്ട് ജയിച്ചവന്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നീ ഇന്ന് പരാജയപ്പെട്ടു പോയാലും, നീ പരാജയപ്പെട്ടു പോയ മണ്ഡലത്തിനകത്ത് നിനക്കൊരു ജയമുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. പരാജയപ്പെട്ടു വാസ്തവമാണ്, ബിസിനസ് തകർന്നു വാസ്തവമാ, ജീവിതത്തിൽ തലമുറകൾ നഷ്ടപ്പെട്ടു വാസ്തവമാ, പ്രാർത്ഥിച്ച മേഖലയിലൊക്കെയും മുമ്പോട്ട് കടന്നു വരാൻ കഴിയാതെ സ്റ്റെപ്പ് വെക്കുന്നിടത്തൊക്കെയും പരാജയപ്പെട്ടു പോയി, ക്ഷീണിച്ചു പോയി, തളർന്നുപോയി, കൈത്താങ്ങൽ കൊടുക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട അനുഭവത്തിലൊക്കെ പോയി. എല്ലാം വാസ്തവമാ. എന്നാൽ അതിനകത്തൊന്നിനെ കൈപിടിച്ച് കയറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുക, പരാജയപ്പെട്ടവന്റെ മനസ്സുമായിട്ടാണ് ഇരിക്കേണ്ടത്. പ്രൈസോ, ജയമെടുത്തവന്റെ മനസ്സുമായിട്ടാണ് നാം ഇരിക്കേണ്ടത്. പരാജയപ്പെട്ടവന്റെ ആത്മാവുമായിട്ടല്ല നാം ഇരിക്കേണ്ടത്, ജയമെടുത്തവന്റെ ആത്മാവുമായിട്ടാണ് നാം ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജയമെടുത്തത് ആരാ? യേശു കർത്താവാ. പ്രൈസോ, ജയിച്ചവന്റെ ആത്മാവിനെ കൊണ്ട് ഇരിക്കാനും നിശ്ചയമായി നമുക്കെതിരെ ജയിക്കുവാൻ സാധ്യമായി തീരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടതിന് നേരെ ഞാനും നിങ്ങളും നമ്മുടെ കയ്യിലുള്ള ആയുധം ഉപയോഗിക്കാൻ തയ്യാറാകണം. അടുത്തത് നാം പറഞ്ഞു, 2, നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ആയുധമുണ്ടായിരിക്കണം. ആയുധമുണ്ടായാൽ മാത്രം പോരാ, ദൈവം തന്ന ആയുധങ്ങൾ സമയാസമയങ്ങളിൽ തേച്ച് മിനുക്കി അത് പൂടിയിലാക്കി ഏത് സമയത്ത് പ്രയോഗിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കത്തോടെ ആയിരിക്കണം.
അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, സഭാപ്രസംഗി 10:10 പറഞ്ഞത്, ഇരുമ്പായുധം കയ്യിലുണ്ടായിട്ടും അത് മൂർച്ചയില്ലാതെ പോയാൽ അവനത് പ്രയോഗിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇരുമ്പായുധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴ് അവൻ അത് കാലങ്ങളായി പ്രയോഗിക്കാറില്ല, വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ദൈവം പരിശുദ്ധാത്മാവ് നിറച്ചിട്ടുണ്ടോ? ഉണ്ട്, ആദ്യഘട്ടങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നൊക്കെ പ്രാർത്ഥിച്ചാൽ വിടുതലായിരുന്നു, അന്നൊക്കെ ദൈവസന്നിധി ജാഗരിച്ചാൽ അതിന് മറുപടി ക്ഷണത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പിന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പലതിൻ്റെ മുമ്പിൽ വെച്ച് ക്ഷീണിച്ചും മടുത്തും പോയി. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ ഇടയായിത്തീരേണ്ട സഹോദരങ്ങൾ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാതെ കൃപാവരങ്ങളെ ക്ഷീണിപ്പിച്ച് തളർത്തിക്കളഞ്ഞു. പ്രൈസോ, ഫലത്തിൽ നിന്ന് സംഭവിച്ചു. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പരാജയങ്ങൾ സംഭവിക്കുന്നു. പിശാച് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഈ ആയുധം വെച്ചത് വെട്ടുവാൻ, ആയുധമുണ്ടോ ചോദിച്ചാൽ ആയുധമുണ്ട്, എന്നാൽ അതുകൊണ്ട് വെട്ടുവാൻ, അതിനെ ഒന്ന് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയാതെ പോകുന്ന മണ്ഡലം. എന്താ സംഭവിച്ചത്? ഇരുമ്പായുധം കയ്യിലുണ്ടായിട്ടും ഹല്ലേലൂയ അതിനെ വായ്ത്തല തേക്കാതെ ഇരുന്നാൽ, അപ്പം വായ്ത്തല തേക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ദൈവജനത്തിനുള്ളതാണ്. ഇരുമ്പായുധം ഒരിക്കൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, കൃപാവരങ്ങളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നാം ഇതിനെ തേക്കേണ്ട ഉത്തരവാദിത്വം, വായിച്ച സഭാപ്രസംഗിയുടെ പുസ്തകം 10-10 വാക്യം. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ. നോക്കി ആ പദം നോക്കി, അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ. തേക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളത്? തേക്കേണ്ട ഉത്തരവാദിത്വം ആമേൻ ആയുധം കയ്യിലുള്ളവന്റെയാ. ആയുധം തന്നവനല്ല തേച്ചോട്. ആയുധം തന്നവൻ എല്ലാ ദിവസവും എന്നെ രാഗി മിനുക്കട്ടെ എന്ന് പറഞ്ഞല്ല ഇരിക്കേണ്ടത്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തീമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞു, നിന്നിലുള്ള കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കുവാൻ നീ ഉത്സാഹിക്കണമെന്ന് പദം പറഞ്ഞു. വിശുദ്ധന്മാരുടെ കൈവെപ്പിനാൽ നീ പ്രാപിച്ച കൃപാവരങ്ങളെ നീ അതിനെ ഹല്ലേലൂയ സ്തോത്രം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ആയുധമുള്ളവനാ ചെയ്യേണ്ടത്. ആയുധമുള്ള നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ആയുധമുള്ള നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേൽക്കേണ്ട നീ, തീരുമാനമെടുത്ത നീ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാതെ വീണ്ടും ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ, കുഞ്ഞേ എവിടെ നഷ്ടപ്പെട്ടു പോയത്? നീ പ്രാർത്ഥിക്കാത്ത, നീ ക്ഷീണിച്ചു പോയ മണ്ഡലങ്ങളാണ്. ഇതാ വേദപുസ്തകം പറയുന്ന ഒരു ഭാഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഹൃദയത്തിൽ അത് ഓർമ്മപ്പെടുത്തുകൊണ്ട് പറയുക, നടപ്പിൽ വിശ്വാസ ത്യാഗമുള്ളവന് മടുപ്പ് തോന്നുമെന്ന തിരുവചനം പറഞ്ഞിരിക്കുന്നത്. നടപ്പിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചു. നോക്ക്, നടപ്പ് പെന്തക്കോസ്തുകാരുടെ പേരാ, നടപ്പ് പെന്തക്കോസ്തുകാരി എന്നുള്ള പേരാ. എന്നാൽ നടപ്പിൽ വിശ്വാസ ത്യാഗമൊന്ന് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുള്ള ആരും അറിയത്തില്ല, പാസ്റ്റർ അറിയത്തില്ല, സമാധാനം അറിയത്തില്ല, മൂപ്പന്മാർ അറിയത്തില്ല. പക്ഷെ വേദപുസ്തകം പറയുക, നടപ്പിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചാൽ മടുപ്പ് തോന്നുവാനിടയായിട്ട്. അപ്പം മടുപ്പ് തോന്നുന്ന മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകുന്നെങ്കിൽ ആ മേഖലകൾക്കകത്ത് നാം പുറമേ നിന്ന് നോക്കുമ്പോൾ നാം ഒരു വിശ്വാസിയ, പുറമെ നോക്കുമ്പോൾ നാം ഒരു ബന്ധക്കോസുകാരാണ്, പുറമെ നോക്കുമ്പോൾ നമ്മുടെ ഇടയിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എന്താ എല്ലാ ആരാധനയിലും ദൈവത്തെ ഇറക്കുവാൻ സാധ്യമല്ല എന്ന് കഴിഞ്ഞ ആഴ്ച ആമേൻ സ്തോത്രം 1 ശമൂവേലിന്റെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇടയായി തീർന്നു. നോക്കണം, ആരവാരത്തിന്റെ വലിപ്പമല്ല, ശബ്ദകോലാഹലങ്ങളുടെ വലിപ്പമല്ല, പ്രൈസ് ദി ലോർഡ്, ജയത്തിന് നിതാന്തമായിരിക്കും. ദൈവത്തിന് നിതാന്തമായി ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവജന ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാൻ ഇടയാകുമ്പോൾ അത് ജയത്തിലേക്ക് മാറുവാൻ ഇടയായി തീരുന്നത്. സ്തോത്രം. ഞാൻ വേഗത്തിൽ പറയുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഭാഗമൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് വേഗത്തിൽ പോകുന്നത്. ഹല്ലേലൂയ. ഇനി നമ്മൾ അല്പത്തേക്ക് പോവുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ആയുധം വേണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ, എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസമല്ല, ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസങ്ങളിൽ ആർക്കും മെസ്സേജിന് അവസരം കൊടുക്കുന്നില്ല. അവൻ കേട്ട മെസ്സേജുകളുടെ മനസ്സിലിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇത് മാറ്റിവെക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മെസ്സേജ് കേട്ടിട്ടാണോ, മെസ്സേജ് കേൾക്കാഞ്ഞിട്ടാണോ നമ്മുടെ ഉള്ളിൽ പിടക്കുള്ളത്? മെസ്സേജ് കേൾക്കാഞ്ഞിട്ടാണോ നമ്മുടെ ഉള്ളിൽ വിദ്വേഷമുള്ളത്? മെസ്സേജ് പറയാഞ്ഞിട്ടാണോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പക്ഷം പിടിക്കാൻ നിൽക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം എന്നോട് പറഞ്ഞ, ദൈവന്റെ ഹൃദയത്തിൽ നൽകിയ ബോധ്യമാണ്, മെസ്സേജിന്റെ കുറവൊന്നുമല്ല, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്ന മെസ്സേജിന്റെ കുറവ് കൊണ്ടല്ല, കേട്ട മെസ്സേജിനെ ഹൃദയത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ആമേൻ. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് കേട്ടതധികം ശ്രദ്ധയോട് ധ്യാനിച്ചു കൊള്ളുവീൻ. 21 ദിവസക്കാലം തുടർമാനമായി ഉപവാസ പ്രാർത്ഥന നമ്മൾ നടക്കുമ്പോൾ ആദ്യത്തെ 17 ദിവസങ്ങളിൽ നടക്കുന്ന മെസ്സേജിന്റെ
അവൻ ഹല്ലേലൂയ ആകത്തുകയായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനയും കാത്തിരിപ്പിന്റെ പ്രാർത്ഥനയുമായിരിക്കും ആദ്യ അവസാന 3 ദിവസങ്ങളിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്കുണ്ടാകേണ്ടത് ഒരു ആത്മസമർപ്പണം, നമുക്കുണ്ടാകേണ്ട ഒരു ഹല്ലേലൂയ റെപ്പന്റൻസ്, മാനസാന്തരമാണ്. നമുക്കുണ്ടാകേണ്ടത് ദൈവത്തോടുകൂടെ പോകുവാൻ തടസ്സമായി നമ്മെ നിൽക്കുന്നതായ സകലവിധമായ അനുഭവങ്ങളെ വിട്ടുമാറുക നമുക്കുണ്ടാകേണ്ടത്. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അവൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, ആയുധം നിന്റെ കയ്യിലുണ്ടായിരിക്കണം, ആയുധം നീ തോറ്റതിന് നേരെ നീണ്ടണം. അപ്പോൾ ആയുധത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അബദ്ധബലത്തിലും ശക്തിപ്പെടുവീൻ. അതുകൊണ്ട് ദുർദിവസത്തിലും എതിർക്കേണ്ടതിന് ശത്രുവിനെ എതിർക്കേണ്ടതിനും ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു, ഇല്ലേ? നോക്കണം. അപ്പം അതിൻ്റെ 12-ാമത്തെ വാക്യം, നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും അത്രേ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോട് എതിർത്ത് നിൽക്കുന്ന മേഖലകളെ നാം വ്യക്തമായി തിരിച്ചറിയും. നമ്മളിത് വായിച്ച കുറിവാക്യം പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് നമ്മൾ വായിച്ചത്. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ച കുറിവാക്യത്തിൽ 14-ന്റെ 13-ന്റെ ഹല്ലേലൂയ 8-ാമത്തെ വാക്യമാണ്. ഒരു വലിയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. എന്നാൽ ആ ശുശ്രൂഷയിലൂടെ അവൻ ഹല്ലേലൂയ അത് കേൾവിക്കാരിലേക്ക് വിശ്വാസമായി പരിണമിക്കുവാൻ തടസ്സമായി അവിടെ നിൽക്കുന്നതായ ആ പൈശാചിക പോരിനെ പൗലോസ് ശാസിക്കുന്നതാണ് നാം കാണുന്നത്. നോക്കണം, ഭാഗം വായിച്ച് 8-ാമത്തെ വാക്യം. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകളവാൻ ശ്രമിച്ചു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകളെ ശ്രമിച്ചു. നോക്കണം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് അതിനെ വ്യക്തമായി ഏത് ആത്മാവാണെന്ന് അവിടെ വ്യക്തമായി താൻ മനസ്സിലാക്കുവാൻ ഇടയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ആത്മാവാകുന്നു നമ്മോട് പോരാടുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ഏത് ആത്മാവാകുന്നു? ആമേൻ. നോക്കണം, എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ അവൻ ഹല്ലേലൂയ പത്രോസിൽ ദൈവഹിതവും അപ്പോൾ തന്നെ മാനുഷ്യമായ ഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് സാത്താൻ അവൻ്റെ മനോമണ്ഡലത്തെ തിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത, സാത്താൻ ഏത് സമയത്ത് നമ്മളെ കവർന്നു പിടിക്കാം. സാത്താൻ ഏത് സമയത്തും ഹല്ലേലൂയ, സ്തോത്രം, നമ്മോട് പോരാടി നമ്മളെ കീഴ്പ്പെടുത്താം. എന്നാൽ നാം അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ടത്രേ കർത്താവായ യേശു, സർവശക്തനായ യഹോവ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കയീനോട് പറഞ്ഞ്, സാത്താൻ നിന്റെ പടിവാതിക്കൽ കിടക്കുന്നു, അവൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറഞ്ഞത്. നോക്കണം, സാത്താൻ ഓരോരുത്തരുടെയും വാതിക്കൽ കിടക്കുകയാണ്. അവൻ്റെ ആഗ്രഹം നിന്നോടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവന് എൻ്റെ ജീവിതത്തിലേക്ക് കയറണമെങ്കിൽ ആ വാതിൽ ഞാനൊന്ന് തുറന്നു കൊടുത്തേ മതിയാ. അവൻ്റെ മുട്ട് കേൾക്കുമ്പോൾ അവൻ്റെ മുട്ടിന് മുമ്പിൽ വാതിൽ തുറക്കുവാൻ ഇടയായി തീർന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷമെടുത്തു വരും എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഭാഗത്ത് ഇങ്ങനെ കാണാൻ സാധ്യമായി തീരും. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇഴമൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു, ഞാൻ ആടുകളുടെ പേർ ചൊല്ലി വിളിച്ച് അവയെ പുറത്തു കൊണ്ടുപോകുന്നു. നല്ല ഇടയൻ എപ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആടുകളുടെ പേർ ചൊല്ലി വിളിക്കും. എന്നാൽ അടുത്ത പദം ഒന്ന് ശ്രദ്ധിക്കണം, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. നോക്കണം, അവൻ ആടുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ദൈവാത്മാവിൽ എന്ന പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാക്കത്തക്കവണ്ണം ജ്ഞാനവും പരിജ്ഞാനമുള്ളവരായി മാറണം. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിഷയം വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിന്റെ സത്യമാണ് പറയുന്നത്. സാത്താൻ നമ്മളെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഴപ്പമൊന്നുമില്ല, ഞാനാ അവന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നല്ല ശബ്ദത്തിലെ, നല്ല ഇമ്പത്തിലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവൻ നല്ല ഇതുപോലൊരു നല്ല ഇടയനുണ്ടോ എന്ന് തോന്നത്തക്ക വേണം ആ ഇടയൻ്റെ ശബ്ദത്തിലൊക്കെ അവൻ വിളിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ശബ്ദത്തെ
വിവേചിക്കാതിരുന്നാൽ, നിങ്ങളെ വിളിക്കുന്ന എല്ലാ വിളികളും, നിങ്ങളെ വിളിക്കുന്ന എല്ലാ ശബ്ദങ്ങളും ദൈവത്തിൽ നിന്നുള്ളതായിരിക്കണമെന്നില്ല. നിങ്ങളെ വിളിക്കുന്ന വിളികൾ ആ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ഹൃദയത്തിൻ്റെ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കാവൂ. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് ഇടപെടുന്ന വ്യക്തികൾ ഏത് ആത്മാവിലുള്ളവരാണെന്ന് തിരിച്ചറിയാതെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കരുത്, കുടുംബത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കരുത്. ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അപചയങ്ങൾക്ക് കാരണം, പല വ്യക്തികളിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് കാരണം, അവൻ ആരുടെയും മുമ്പിൽ ഹൃദയം തുറക്കുവാൻ, ആരുടെയും മുമ്പിൽ വാതിൽ തുറന്നു കൊടുക്കുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു കൂട്ടം പുതിയ ജനറേഷനായി ഇന്ന് ഹല്ലേലൂയ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, തലമുറകൾ മാത്രമല്ല മുതിർന്നവർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ വേഗത്തിൽ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തു നമുക്കൊരു മോചനം വേണമെങ്കിൽ ഏത് ആത്മാവിലാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ തിന്മയ്ക്ക് വേണ്ടിയോ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ എന്നെ ഹല്ലേലൂയ വിളിക്കുന്നതെന്ന്, ആരാണ് എന്നെ വിളിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാത്മീയമായ പക്വത ഉണ്ടായിരിക്കണം. എല്ലാ വിളികൾക്ക് മുമ്പിൽ നിങ്ങൾ കരമുയർത്തരുത്, എല്ലാ വിളികൾക്ക് മുമ്പിൽ നിങ്ങൾ ചെവി കൊടുക്കരുത്. സ്തോത്രം. നല്ല ഇടയന്റെ ശബ്ദത്തിൽ പോലും സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ എടുക്കുമെന്ന് തിരുവചനം പറഞ്ഞെങ്കിൽ, അവൻ കള്ള അപ്പോസ്തലന്മാരും കള്ള ഇടയന്മാരും ഉണ്ടെന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആത്മീയമായി നിന്നെ വഴി നടത്താം, ആത്മീയമായി നിനക്ക് ഉപദേശിച്ചു തരാം. ഇതല്ല സത്യം, ഇതാകുന്നു സത്യമെന്ന് പറഞ്ഞുകൊണ്ട് മധുരമായ ശബ്ദത്തിൽ അവൻ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളെ നീ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇവിടെ നമുക്കില്ലാതെ പോകുന്നത്, ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് ഇതാ. എന്നാൽ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്ന പൗലോസ്ലീഹ ആത്മാവിൽ ഇവനെ തിരിച്ചറിഞ്ഞു. യേശുവിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതെന്ന് തിരിച്ചറിഞ്ഞു. ആ ആത്മാവിനെ അവൻ ശാസിച്ചു, ആ ആത്മാവിനെ അവൻ പുറത്താക്കി എന്നാൽ നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്, ആര് വിളിച്ചാലും നമ്മൾ കൂടെ പോകും, ആര് വിളിച്ചാലും തോളത്ത് കൈയിടും. എന്നാൽ യേശു കർത്താവിനെ മാത്രം വിളി നമ്മൾ കേൾക്കാറില്ല. വെളിപ്പാട് പുസ്തകത്തിലാ യേശു കർത്താവിനെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇവൻ സാത്താൻ വാതിൽക്കൽ കിടക്കുക, എന്നാൽ യേശു കർത്താവ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടെൻ്റെ വാതിൽ തുറന്നാൽ ഇന്ന് ഞാൻ അവനോട് കൂടെയാ. ഇന്ന് പകൽക്കാലം യേശു കർത്താവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന, യേശു കർത്താവിൻ്റെ ശബ്ദത്തിനു മുമ്പിൽ അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണമെങ്കിൽ നിശ്ചയമായും അവൻ ഒരിക്കലും നമ്മെ മിസ്ഗൈഡ് ചെയ്യുന്ന ദൈവമല്ല. അവൻ നമ്മെ നിത്യതയോളം എത്തിക്കത്തക്കവണ്ണം പ്രാപ്തിയുള്ള ദൈവമാണ്. അവനല്ലാതെ നിത്യതയോളം നമ്മെ എത്തിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. സ്തോത്രം. അവൻ നമ്മെ നിത്യതയോളം എത്തിക്കുമെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ വില കൊടുത്തുകൊണ്ട്, അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നാം മുൻപോട്ട് പോകാൻ ഇടയായി തീരണം. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി തേജസ്സിന്റെ സുവിശേഷത്തെ അവൻ മറച്ചു കളയാൻ, കോട്ടിക്കളയുവാൻ പിശാച് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, തേജസ്സിന്റെ സുവിശേഷത്തെ അവൻ ഹല്ലേലൂയ അനേകരുടെ മുമ്പിൽ തിരിച്ചറിയാൻ കഴിയാതെ. നമ്മൾ പലരോട് സുവിശേഷം പറയാറുണ്ട്, നമ്മൾ പലരും ദൈവനാമത്തിൽ ക്ഷണിക്കാറുണ്ട്, പലരും വരാതെ അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വാക്ക് ശ്രദ്ധിക്കണമേ, ഏത് ആത്മാവാണ് വ്യാപരിക്കുന്നത് തിരിച്ചറിയുവാൻ നമുക്ക് ഒന്ന് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ആ ആത്മമണ്ഡലത്തെ എതിര് നിൽക്കുന്ന, സുവിശേഷത്തിന് എതിര് നിൽക്കുന്ന ആ ആത്മമണ്ഡലത്തെ തകർക്കുവാൻ സാധിക്കുമ്പോഴേ നമുക്ക് അവിടേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിന് എതിര് നിൽക്കുന്ന ആത്മമണ്ഡലത്തെ തകർത്താൽ നമുക്ക് ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ആത്മമണ്ഡലത്തെ തകർക്കേണ്ടത് ആരാ? ഞാനും നിങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ വായിക്കുകയാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതലുള്ള വേദഭാഗം. 11 മുതൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങളോട്, പിശാചിന്റെ പോരുകളോട് എതിർത്തു നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം? ദൈവത്തിന്റെ സർവായുധവർഗം വേണം. ഈ വചനഭാഗം എഴുതിയതായ അതേ പൗലോസ്ലീഹ തന്നെയാണ് കൊരിന്ത്യർക്കെഴുതിയ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള ആക്ഷരികമായ ലിറ്ററലി ഉള്ള ഒരായുധവുമല്ല നമ്മുടെ പോരിന്റെ ആയുധം. നമ്മുടെ പോരിന്റെ ആയുധം ഇന്ന് പകൽക്കാലം ആ ആയുധത്തെ ആത്മമണ്ഡലത്തിൽ അണിയുന്ന ഒരു പടയാളിക്ക് മാത്രമേ അതിനെ ജയിക്കുവാൻ സാധ്യമായി തരത്തുള്ളൂ.
ഞാനും നിങ്ങളും എല്ലാവരും ദൈവത്തിൻ്റെ പടയാളികളാണ്. ഞാനും നിങ്ങളും എല്ലാവരും പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഈ ജീവിതം ഒരു പോർക്കളമാണ്. ഈ പോർക്കളത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ, നിരന്തരം നമ്മോട് പോരാടുന്ന പോരാട്ടത്തിൻ്റെ വ്യാപാര ശക്തിയെ ജയിക്കണമെങ്കിൽ, ഒരു പോര് കൊണ്ട് ജയിച്ചാൽ നമ്മൾ സന്തോഷിച്ചു പോകരുത്. ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ജയിച്ചാൽ നാം സന്തോഷിക്കരുത്. അടുത്ത പ്രശ്നം നമ്മെ കാത്തിരിക്കുക. വേദപുസ്തകത്തിൽ സർവശക്തനായ യഹോവയായ ദൈവം അമാലിക്കനുള്ള ബന്ധത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. അമാലിക്കനോട് നിങ്ങൾക്ക് ജീവപര്യന്തം പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അമാലിക്ക ശക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അമാലിക് എപ്പോഴും പുറകിൽ നിന്നുകൊണ്ട് ബലഹീനരായവരെ അവൻ പിടിച്ചുകൊണ്ട് പോകുന്ന തകർത്തുകൾ എന്നൊരു ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആത്മമണ്ഡലത്തിൽ ആരും പുറകോട്ട് പോകരുത്. ആത്മമണ്ഡലത്തിൽ മുൻപോട്ട് മാത്രമേ സ്റ്റെപ്പ് വയ്ക്കുവാൻ വ്യവസ്ഥയുള്ളൂ. മുൻപിൽ പുറകോട്ട് പോകുന്നവരെ തകർത്തു കളയുന്ന ഒരു വ്യാപാര ശക്തിയാണ് അമാലിക്ക ശക്തി. ആ അമാലിക്ക ശക്തിയോട് അവൻ ജീവപര്യന്തം ഇസ്രായേലിന് എക്കാലത്തും പോരാട്ടമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ, ആരാ ഇസ്രായേൽ? ദൈവത്തിന്റെ ജനമായ ഞാനും നിങ്ങളും ഇസ്രായേലല്ല. നമ്മൾ ആരും ലിറ്ററലി അല്ല, നമ്മൾ ആരും ആക്ഷരികമായി ഇസ്രായേൽ അല്ല. എന്നാൽ ആത്മീയത്തിൽ ഞാനും നിങ്ങളും ഇസ്രായേല. ആത്മീയ ഇസ്രായേലായ ദൈവത്തിന്റെ പൈതല് എക്കാലവും നമ്മോട് പോരാടുന്ന ഒരു പോരാട്ട വ്യാപാര ശക്തിയോട് അവിടെ നമുക്ക് ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ അത് ചെടികളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ശക്തി ഉള്ളതെന്ന് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു. ആരാ കോട്ട ഉയർത്തിയത്? ആരാ കോട്ട പണിതത്? അത് ദൈവമല്ല. സാത്താന്യ മണ്ഡലം കോട്ട നിനക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സാത്താന്യ മണ്ഡലം നിനക്കെതിരെ കോട്ട പണിതുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ആയുധങ്ങൾ ധരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകണം. ആ ആയുധം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ എവിടെയാണ്? തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കണം. ആ കോട്ടകളെ എതിർത്തു നിൽക്കണമെങ്കിൽ എന്തു വേണം? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. അടുത്ത വാക്യം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുണ്ടെന്ന് ഉറപ്പാ, ഇല്ലേ? നമ്മുടെ പോരിന്റെ ആയുധങ്ങളും ജഡികമല്ലെന്നും ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പോരാട്ടം വിസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ല, അതും ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാ? അതാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പ്രൈസ്. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന് വ്യാപാര ശക്തി. സാത്താനും അവന്റെ ദൂതന്മാരുമാണ് നമുക്ക് പോരാടേണ്ടത്. അവരാണ് നമുക്കെതിരെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനോട് പോരാടണമെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം? വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നോക്കണം, ധരിപ്പിക്കാമെന്ന പദമാണെന്നോ പറഞ്ഞേ? ധരിപ്പിക്കാമെന്നാണോ പറഞ്ഞേ? അല്ല, ധരിച്ചു കൊള്ളണം. ആര് ധരിക്കണം? ദൈവം വെച്ചിരിക്കുക അവിടെ. ഇതെടുത്ത് നമ്മൾ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വളരുന്ന സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം വരുന്നവരെല്ലാം സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പൊ ആർക്കും ഉറക്കമില്ലല്ലോ. ഇത് ആര് ധരിക്കണം? ധരിപ്പിക്കാന്നാണ് പറഞ്ഞേ? അല്ലല്ലോ. ആണോ? അല്ല, ധരിച്ചു കൊള്ളുവീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ ധരിക്കേണ്ടതാ, നമ്മൾ എടുക്കേണ്ടതാ. ഇനി നമുക്ക് അതിനെ കുറിച്ച് തിരിച്ചറിയാം. വായിച്ചേ അടുത്ത ഭാഗം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ഒന്ന്, നമ്മുടെ അരയ്ക്ക് സത്യം കെട്ടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഈ പല സന്ദർഭങ്ങളിൽ ഞാൻ 1-2 ഭാഗങ്ങളൊക്കെ പ്രാവശ്യം ഇവിടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ചിലരോട് സംസാരിക്കുക കള്ളമെന്നറിയാം, പിന്നെ അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ വേണ്ടി അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാറില്ല. സ്തോത്രം. എന്തിനാ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊടുത്ത്? നമ്മൾ ചോദിച്ചിട്ട് അവർ വീണ്ടും കള്ളം പറഞ്ഞ് ആ കള്ളം പിന്നെയും പറഞ്ഞ് നിത്യനരകത്തിലേക്ക് പോകാൻ നമ്മളെന്തിനാ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്? എൻ്റെ മക്കളെ, നിങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സത്യമുള്ളവരായി മാറുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ തലയോളം എങ്ങനെ ഒരു വ്യക്തി വളരുന്നത്? എങ്ങനെ വളരുന്നത്? നമുക്ക് പറഞ്ഞു, നമ്മുടെ വളർച്ചയുടെ ഘട്ടം ഹല്ലേലൂയ യേശു കർത്താവിന്റെ തലയോളമാണ്.
അങ്ങനെ തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അവൻ കഥാവിന്റെ സാന്നിധ്യത്തെ 6 അടി പൊക്കത്തിലെല്ലാം കാണേണ്ടത്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠം അരുളി ചെയ്ത തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്വത്തിൽ ഇരുന്നവനായി കുറിച്ച് നമ്മൾ കാണുന്നത്, സ്വർഗത്തിൽ നിന്ന് വന്നവനെ കുറിച്ച് കാണുന്നത്, അവൻ അങ്ങനെയാണെങ്കിൽ കാണപ്പെടുന്ന ഒരു 6 അടി ഉയരത്തുമല്ല, മറിച്ച് അതിനപ്പുറമായ ആഴമേറിയ വളർച്ച എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ക്രിസ്തുവിന് തലയോളം എന്ന വളർച്ചയാണ്. പക്ഷെ ആ വളർച്ചയിലേക്ക് പോകുന്നതാണെങ്കിൽ എന്തു വേണം? എന്താ വേണ്ടത്? ആർക്കെങ്കിലും അറിയാമോ? എങ്ങനെ വളരുന്നത്? അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. ആത്മീയത്തിൽ നീ താണു പോകുന്നതിൻ്റെ കാര്യം എന്താ മനസ്സിലായോ? സത്യം മറച്ചു വെക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. നീതി ഇന്ന് പകൽക്കാലം എന്താ അരക്കി കെട്ടേണ്ടത്? ഒന്ന് വായിച്ച് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന പടയാളി, അവൻ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ അവന്റെ ജീവിതം ഉറപ്പോടെ നിൽക്കണമെങ്കിൽ അവന്റെ അര മുറുക്കി അവൻ കെട്ടിയിരിക്കും. ഹല്ലേലൂയ. അര മുറുക്കി കെട്ടുന്നത് അവൻ ഉറപ്പോടെ നിൽക്കുന്നതിന് കാരണമായി തീരുമെങ്കിൽ, അര മുറുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സത്യത്തിന് സ്ഥാനം കൊടുക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കൊടുക്കലില്ല, വാങ്ങലില്ല, വാക്കിലില്ല, പ്രവൃത്തിയില്ല. സത്യം. പേരോ പെന്തക്കോസ്തുകാര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ നീ വളരാത്തത്? പാസ്റ്റർ അല്ല കുഴപ്പം. എന്താ നീ വളരാത്ത? സഭയല്ല കുഴപ്പം. എന്താ നീ വളരാത്തത്? സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ അവസരങ്ങൾ ദൈവം ജീവിതത്തിൽ ധാരാളമായി തന്നിട്ടും ആ സത്യത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ നിന്റെ ജീവിതത്തിൽ സമർപ്പിക്കപ്പെടാൻ ഇടയാത്തത് കുഴപ്പം. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 66:2 ഉദ്ധരിച്ചോട് പറഞ്ഞ് അവന്റെ വചനത്തിൽ വിറയ്ക്കുന്നവൻ ഞാൻ പ്രസാദിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം വചനം എന്നോടാണ് ഇടപെടുന്നതുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമർപ്പണം നമ്മിലുണ്ടാകട്ടെ. സ്നേഹത്തിൽ സത്യം നീ മാത്രമേ ഇനി സംസാരിക്കൂ എന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് സത്യം. ആമേൻ. അടുത്തത് വേഗത്തിൽ വായിച്ചേ. നീതി എന്ന കവചം ധരിച്ചും. നീതി ദൈവത്തിന്റെ നീതിയാണ്. ഇതൊരിക്കലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കാർക്കും ദൈവിക നീതിയിലേക്ക് എത്തപ്പെടാൻ കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, ആമേൻ സ്തോത്രം, വിശ്വസ്തത ഭൂമി നിന്ന് വിളിക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നോക്കുകയാണ്. നീതി ദൈവത്തിന്റെ നീതിയാണ്. ആ നീതി ക്രിസ്തുവേശുള്ള ദൈവം നമ്മെ ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ക്രിസ്തുവിനെയാണ് നീതി എന്ന് നമുക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നീതിയാണെങ്കിൽ ഈ നീതിയെ നമ്മൾ എന്ത് വേണം? നീതി എന്ന കവചം ധരിച്ചു. നീതിയെ നമ്മൾ ധരിക്കണം. എന്തുപോലെ? ക്രിസ്തുവിനെ ധരിച്ചവരായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സ്നാനപ്പെടുമ്പോൾ വിശ്വാസ സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, സ്നാനം കർത്താവിനെ ധരിക്കുകയാണ്, ഈ നീതിയെ ധരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധരിച്ച ഒരു ഭക്തനായി മാറുവാൻ ഇടയാകുന്നിടത്തോളം കാലം ക്രിസ്തുവിനെ അറ്റാക്ക് ചെയ്യുവാൻ ഈവിൾ സ്പിരിറ്റിന് കഴിയത്തില്ലെന്ന സത്യം മനസ്സിലാക്കാനിടയാണ്. ഈ കവചം ഇടയ്ക്കിടത്ത് ഊരി മാറ്റി വെക്കുമ്പോഴാണ് സാത്താൻ കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം വേഗത്തിൽ വായിച്ചേ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളുണ്ട്, എത്രയോ സമയം നമുക്ക് ലഭിച്ചു. അവൻ ഹല്ലേലൂയ 55 വയസ്സ് മുതൽ ചെറിയ പ്രായം വരെ ഉള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. നിനക്ക് ലഭിച്ച അവസരങ്ങൾ ഒന്ന് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ സദ്വർത്തമാനത്തെ ഒരാളോടെങ്കിലും ഒന്ന് മാനവരോടൊന്ന് പറയുവാൻ, ആമേൻ ഹല്ലേലൂയ, ആ മാനവരിലേക്ക് ഒന്ന് എത്തിക്കുവാൻ, അവരെ കരം പിടിച്ച് ഉയർത്തുവാൻ, അവരെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തിയിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ മുറിവേറ്റവനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആ ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ ചെയ്തതുപോലെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹല്ലേലൂയ 2 വെള്ളിക്കാശ് കൊടുത്ത ആ ശമരിയക്കാരനെ പോലെ ആമേൻ ഞാൻ പറയട്ടെ, നല്ല വഴിയമ്പലമാകുന്ന ഈ ആലയത്തിനകത്തെ കൊണ്ടുവന്നിട്ട് പഴയ നിയമം പുതിയ നിയമമാകുന്ന വെള്ളിക്കാശ് ഇവിടെ കൊടുത്ത് ആമേൻ ഹല്ലേലൂയ അത് കൊടുത്ത് അവന് സൗഖ്യം വരുത്തുവതൊക്കെ വേണം. ഒരു വ്യക്തിയെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, ഒരു പാപിയെ കൊണ്ടുവരുവാൻ, ഒരു പാപിയെ മനം തിരിവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ?
സമാധാനത്തെ സുവിശേഷത്തിനുള്ള ഒരുക്കം അതെപ്പോഴും ഒരുക്കമാണ്, എപ്പോഴും ഒരുക്കമാണ്. സുവിശേഷം അറിയിക്കാൻ പ്രത്യേകിച്ചൊന്നും പഠിക്കണ്ട. സുവിശേഷം അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ബൈബിൾ കോളേജിൽ പോകണ്ട. സുവിശേഷം പറയാൻ വേണ്ടി നിങ്ങൾ സെമിനാരിൽ പോകണ്ട. സുവിശേഷം പറയുവാൻ ഹൃദയത്തിനകത്ത് ക്രിസ്തു ജനിച്ചവ ആർക്കും സാധ്യമായി തീരും. എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരു രക്ഷകരുണ്ട്. അവനെ അറിയിക്കുന്ന സുവിശേഷം അത് കേട്ടിട്ടില്ലാത്തവരോട് നീ ഒന്ന് വിളിച്ചു പറ. അതിന് നീ സെമിനാരിൽ പോയി പഠിക്കണ്ട, അതിന് നീ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണ്ട. ബൈബിൾ കോളേജിൽ പോയവരും സെമിനാരിൽ പോയവരും അത് പറയുവാൻ മടിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ എഴുന്നേറ്റ് പറയുവാൻ ഒരു ശമര്യക്കാരി പഴമ സ്ത്രീയെ കൊണ്ട് സാധിച്ചതുപോലെ നിന്നെ കൊണ്ട് സാധ്യമായി ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ഈ ഒരുക്കം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം വേഗത്തിൽ വായിച്ചേ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് എല്ലാറ്റിനും മീതെ എന്തുണ്ടായിരിക്കണം? ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിന്റെ പരിചയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവമായ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് സാഹചര്യം വന്നോട്ടെ. പിശാചേ എൻ്റെ ജീവിതത്തിൽ കട കൊണ്ടുവന്നിട്ടോ, പിശാചേ എൻ്റെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവന്നിട്ടോ, പിശാചേ എൻ്റെ ജീവിതത്തിൽ രോഗം കൊണ്ടുവന്നിട്ടോ, പക്ഷെ ഒന്ന് എനിക്കറിയാം, അതിനെ ഓവർകം ചെയ്യുവാൻ എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏത് സന്ദർഭത്തിലും അവൻ ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർ ധൈര്യപ്പെട്ട് ദൈവസന്നി പറയണം. ഏത് അനുഭവത്തിന്റെ നടുവിലും എനിക്ക് കരം താങ്ങാൻ ഒരു ദൈവമുണ്ട്, എനിക്ക് കൈത്താങ്ങൽ തരാൻ ഒരു ദൈവമുണ്ട്, എന്നെ ഉയർത്താൻ ഒരു ദൈവമുണ്ട്. അവന്റെ കരം താണു പോകാത്തടത്തോളം കാലം ഞാൻ ഹല്ലേലൂയ താണു പോകത്തില്ലെന്ന് പറയാൻ വിശ്വാസികളായി നമുക്ക് സാധ്യമായി തീരണം. ഹല്ലേലൂയ. നമ്മൾ ജീവിത സാഹചര്യങ്ങളെല്ലാം എതിരായി പോകാം, എന്നാൽ ഏത് സാഹചര്യത്തിനടുവിലും നമ്മുടെ ഉള്ളിൽ വിശ്വാസം എന്താ? ഹല്ലേലൂയ, സ്തോത്രം, ശിരസ്ഥാനമിലുണ്ടാകും. വേഗത്തിൽ വായിച്ചേ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? വിശ്വാസം എന്ന പരിചയം നമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പൊ വിശ്വാസം എന്ന പരിചയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ സാധ്യമായി തീരും. 76 സങ്കീർത്തനം വായിക്കുമ്പോൾ 76 സങ്കീർത്തനം 1, 76 സങ്കീർത്തനം 2, 76 സങ്കീർത്തനം 3 ഇത്യാദി വാക്യങ്ങളിലൂടെ വായിക്കുമ്പോൾ ദൈവം യഹൂദയെ പ്രസിദ്ധനാകുന്നു. അവന്റെ കൂടാരം എന്ന് വായിച്ചിട്ട് നമ്മൾ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. നോക്കണം, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം വലിയതാകുന്നു. അടുത്ത ഭാഗം പറയാണ് അവന്റെ കൂടാരം ശാലോമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുക. അവന്റെ വാസസ്ഥലം എവിടെയായിരിക്കുന്നത്? സിയോനായ എന്റെ ഉള്ളിലായിരിക്കുന്നത്. ഞാൻ ഒരു സിയോനായി മാറ്റപ്പെടുമ്പോൾ എന്റെ ഉള്ളിലാണ് അവൻ വസിക്കുന്നത് ബോധ്യം വന്നാൽ അടുത്ത വാക്യം വിളിച്ചു പറയാം. മൂന്നാമത്തെ വാക്യം പറയുന്നത്, ആ വിശ്വാസമുള്ളവരുടെ മൂന്നാമത്തെ വാക്യം പറയുന്നത്, അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. അവൻ സ്തോത്രം ദുഷ്ടന്റെ തീയമ്പുകളെ എയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ശിരസിന്മേൽ വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കണം പറയുമ്പോൾ തന്നെ ഇവിടെ പറയുകയാണ് ദൈവം യഹൂദയെ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേൽ വലുതാകുന്നു. അവൻ അടുത്ത ഭാഗം പറയും ദൈവം ശാലലിയ എവിടെ വസിക്കുന്നു? സിയോനിൽ വാസം ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ സിയോനിൽ എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ അവിടെ വച്ച് ദുഷ്ടനെയ്യത്തില്ലെന്നല്ല, ശത്രു തകർക്കാൻ ഹല്ലേലൂയ വെല്ലുവിളിക്കത്തില്ലെന്നല്ല, എന്നാൽ അവിടെ വെച്ച് എൻ്റെ ദൈവം എനിക്കെതിരുള്ള പോരുകളെ തകർക്കുമെന്നാണ് പറഞ്ഞത്. ഇല്ലേ? അത് വിശ്വാസത്തിന്റെ മുമ്പിൽ സംഭവിക്കുന്നത്. കുഞ്ഞെ, വിശ്വാസത്തിന് മുമ്പിൽ ശത്രു തകർന്നു പോകും, വിശ്വാസത്തിന് മുമ്പിൽ പിശാച് ഇടറി വീഴും. ആമേൻ, ഹല്ലേലൂയ. അടുത്ത ഭാഗം മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. 76:3 അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകളും പരിചയം വാളും യുദ്ധവും തകർക്കും. ഇത് നോക്കണം, ഇത് ആർക്കെതിരെ വന്ന പോരാട്ടമാ? ആമേൻ. വിശ്വാസിക്കെതിരെ, ദൈവത്തിന്റെ ജനത്തിനെതിരെ വന്ന പോരാട്ടമാ. ആരാ അയച്ചത്? ഈ വില്ലിന്, ഈ ഹല്ലേലൂയ, ഈ മിന്നുന്ന അമ്പും വാളും യുദ്ധമൊക്കെ ആരാ? ആമേൻ, ഹല്ലേലൂയ. ദൈവമാണ് അയച്ചത് അല്ല. ദൈവം തകർത്തെന്ന് പറഞ്ഞെങ്കിൽ ആരാ അയച്ചത്? പിശാചാ അയച്ചത്. ആമേൻ. ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന് ഉത്തമ ബോധ്യം നമ്മളുണ്ടെങ്കിൽ മടങ്ങി നമ്മൾ വരിക. എഫെസ്യ ലേഖനം 6 നമ്മൾ വായിച്ച വാക്യം. ആമേൻ, ഹല്ലേലൂയ. സത്യം കിട്ടി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യം ഉണ്ടായിരിക്കട്ടെ, ഏതൊരു സന്ദർഭത്തിൽ എന്നെ കൈവിടാത്തൊരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, അവർ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എന്നെ തകർക്കാൻ പിശാച് നിനക്ക് കഴിയത്തില്ല.
യമാൻ. ആമേൻ. ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ദൈവം എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊരു ബോധ്യം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ശത്രു നിനക്കതിനെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളികൾ ഗർജനമായി മാത്രമേ നിൽക്കത്തുള്ളൂ. ശത്രുവിൻ്റെ വെല്ലുവിളികൾ അവൻ സ്തോത്രം ഹല്ലേലൂയ അതിനെ ദൈവം തകർത്തു കളയും. ആ വെല്ലുവിളിയുടെ മുമ്പിൽ തകരുവാനുള്ളതല്ല നീ. അതുകൊണ്ടാണ് 27 സങ്കീർത്തനം 1 വാക്യത്തിൽ ഭക്തൻ പറഞ്ഞു പറഞ്ഞത്, അവൻ ഹല്ലേലൂയ യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കുമെന്ന് ചോദിക്കുന്നത്. യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അവൻ ശത്രുവെ നീ എനിക്കെതിരെ വെല്ലുവിളിച്ചോ, അവൻ ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും, അവൻ ഞാൻ യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്താ കാര്യം? യഹോവ എൻ്റെ കൂടെയുണ്ട്. Praise the Lord. Hallelujah. യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറപ്പ ജയം നിനക്ക്. Praise the Lord. Hallelujah. വിശ്വാസം എന്ന പരിച. അടുത്ത രക്ഷ എന്ന ശിരസ്ത്രം, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും രക്ഷ എന്ന ശിരസ്ത്രം. നോക്കണം നിങ്ങൾ. അപ്പൊ ഒന്ന് വിഘടിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹമുണ്ട്, സമയം കുറവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷയുടെ വസ്ത്രം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോ നഷ്ടപ്പെടാം. മനസ്സിലാക്കണം കേട്ടോ, നഷ്ടപ്പെടും. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യന് തൻ്റെ മടിയിൽ തീ കൊണ്ടുവരുമ്പോൾ ആമൻ ഹല്ലേലൂയ വസ്ത്രം വെന്തുപോകാതെ തീ കൊണ്ടുവരാൻ സാധ്യമായി തീരുമോ എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലാണ്. ആമേൻ. വായിച്ചട്ടെ. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 27-ാമത്തെ വാക്യം. 6:27. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? രക്ഷയുടെ വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകണമെങ്കിൽ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. നാം മനഃപൂർവ്വമായി പാപത്തിന്റെ തീയെ നമ്മുടെ മടിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ നാം ആശ്ലേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകുന്നത്. ആമേൻ. മനസ്സിലായി നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകരുത്. രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകുന്നത് മടിയിൽ തീ വീഴുമ്പോഴാ. ആമേൻ. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. വാള് കാണപ്പെടുന്ന ഒരു വാളല്ല. ആരെയും വെട്ടിക്കളയുന്ന വാളൊക്കെയായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നത്. ആ വാളൊന്നും അല്ല വേണ്ടത്. എന്തായിരിക്കണം? എന്ത് വാളാണ് നമുക്ക് വേണ്ടത്? വചനമെന്ന വാള് കൊണ്ട് ആരെയെ വെട്ടാൻ കഴിയുന്നത്? സാത്താനെ ശക്തിയെ വെട്ടുന്നത്. ഹല്ലേലൂയ. ആമേൻ. സാത്താന് ശക്തികളെ വെട്ടുവാൻ കഴിയുന്ന വചനമെന്ന വാള് നമ്മുടെ ഉള്ളിലുണ്ടായി. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പേൻ. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും സാത്താന ശക്തികളുടെ മേൽ ജയമെടുക്കുവാൻ ഇടയായിത്തീരത്തക്കവണ്ണം അവന്റെ ജീവിതത്തിൽ സർവായുധവർഗം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തിരുവചനം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ സർവായുധവർഗം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അതിന്റെ വേഗത്തിൽ യോശുവയുടെ പുസ്തകം 8 അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലേ ആ ഭാഗം ഒന്ന് പൂർണ്ണമാകത്തുള്ളൂ. ഹായി പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കും വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. ഇനി അവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, കുന്തമേന്തിയ കൈ എപ്പോഴാ മാറ്റേണ്ടത്? നിർമൂലമാക്കും വരെയാ. മനസ്സിലായോ? കുന്തമേന്തി അല്പം കഴിഞ്ഞ് തന്നെ ക്ഷീണിച്ച് കൈ തളർത്തിയിടുവല്ല വേണ്ടത്. പ്രാർത്ഥനാ മുറി കയറി പ്രാർത്ഥിച്ച് ആ വിഷയത്തെ ജയമെടുത്ത് കഴിയുമ്പോൾ പിന്നെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് സഭയിലൊരു സാക്ഷ്യം പറഞ്ഞതിന്റെ ജീവിതം തീരത്തില്ല. ആ പോരാട്ടം തീരത്തില്ല. ആ പോരാട്ടം എന്ന് പറയുന്നത് അവസാനം വരെ, മരണപര്യന്തം വരെ നമ്മോട് ഉണ്ടായിക്കൊണ്ടിരിക്കും. വ്യത്യസ്തമായ നിലയിലായിരിക്കും എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? എന്നുവരെ കൊക്കില് ജീവനുണ്ടോ, എന്നുവരെ പ്രാണൻ നമ്മുടെ ഉള്ളിലുണ്ടോ, അന്നുവരെ സാത്താന ശക്തിയോട് പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവൻ വേദപുസ്തകം പറയുകയാണ്, എന്നുവരെ ഇതൊരു കാലഘട്ടം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ അവിടെ?
16 പറഞ്ഞിട്ടുണ്ടോ? അവൻ ആത്മാവുള്ള യോശുവായ്ക്ക് ഒരു കാര്യം പറയാം, എന്നുവരെ ഇത് ദൈവം പറഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റ കാര്യം അവനറിയാം, അവൻ ശത്രു നിർമൂലമാകും വരെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞേ, അവൻ ഹല്ലേലൂയ, നിന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ ശത്രു നിനക്കെതിരെ വാടകോരി വരുമ്പോൾ അത് ഈ പ്രായത്തിൽ മാത്രമല്ല, നിന്റെ വാർദ്ധക്യ പ്രായത്തിലും നിനക്കെതിരെ വാടകോരി വരാം. ആമീൻ, ഹല്ലേലൂയ. ദൈവപരിതമല്ലാത്ത വാക്കുകൾ ഉച്ചരിക്കാൻ പ്രായം ഒരു തടസ്സമല്ലല്ലോ. പലരും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ പ്രായം ഒരു തടസ്സമല്ലെങ്കിൽ പ്രായഭേദമന്യേ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ പിശാച് നമുക്കെതിരെ വാടകോരി വരുമ്പോൾ ആ സാത്താന ശക്തിക്ക് നാം കീഴ്പ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? മരണം വരെ ഈ ആയുധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവൻ തകർക്കപ്പെടുന്നവരെ, അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജയമെടുക്കുന്നവരെ. ഞാൻ എന്നുവരെ ജയമെടുക്കും? കാൽവറിയിൽ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, മരണം വരെ നമുക്ക് ഈ പോരാട്ടമുള്ളത് കൊണ്ട് മരണം വരെ നാം അവരോട് എതിർത്ത് നിന്നേ പറ്റത്തുള്ളൂ. ആകാത്ത വാക്ക് പറയരുത്, ആകാത്ത പ്രവൃത്തി ചെയ്യരുത്. ആമേൻ, ഹല്ലേലൂയ. ഞാനീ പറയുന്ന ജഡികമായ പ്രവൃത്തിയെക്കുറിച്ചല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെക്ഷൽ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നുമല്ല. ആമേൻ, ഹല്ലേലൂയ. വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതൊക്കെ ഏത് പ്രായത്തിലും ആരിലും കടന്നു വരാം. അതുകൊണ്ട് ഇത് നമ്മെ വിട്ടുപോകണം. അതിനെ ജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം? അവസാനം വരെ ഈ കുന്തം നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെ നാം ഓന്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ആമേൻ. ഹൃദയത്തെ ദൈവം സമർപ്പിക്കാം.